സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഈ പോസ് യന്ത്രത്തിലെ തകരാർ മൂലമാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. NIC-യുമായി ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇത്തരത്തിൽ ഈ പോസ് യന്ത്രത്തിലെ തകരാർ മൂലം തടസ്സപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. ഓരോ പ്രാവശ്യവും ഇത്തരത്തിൽ റേഷൻ വിതരണം തടസ്സപ്പെടുമ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിൽ പോലും നിരവധി തവണ ഇത് ആവർത്തിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് വിവരങ്ങൾ. സിവിൽ സപ്ലൈസ് വകുപ്പൊക്കെ അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് റേഷൻ വിതരണം അല്ലെങ്കിൽ റേഷൻ വാങ്ങാനുള്ള ആളുകളൊക്കെ എല്ലായിടങ്ങളിലും ഒരു ചെറിയ തിരക്കൊക്കെ രാവിലേക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഇപ്പോൾ ഈ പോസ്റ്റ് മിഷനിലെ തകരാർ മൂലം റേഷൻ വിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഡിസംബറിലെ റേഷൻ വിതരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചതിനു ശേഷമാണ് ഇന്ന് ഇപ്പോൾ റേഷൻ വിതരണം പുനരാരംഭിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോൾ റേഷൻ വാങ്ങാൻ എത്തിയവർ നിരാശരായി കടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ അവസാനമായി റേഷൻ വ്യാപാരികളുമായി ബന്ധപ്പെടുമ്പോഴും ഈ പോസ്റ്റ് മിഷനിലെ തകരാറായി ഈ നിമിഷം വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതിലെ പ്രതിസന്ധികൾ തുടരുന്നു. ഒരാൾക്ക് പോലും റേഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. സാധാരണഗതിയിൽ രാവിലത്തെ റേഷൻ വിതരണം നിർത്തേണ്ട സമയമായിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റേഷൻ വിതരണം പുനരാരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് മിഷനിലെ തകരാറ് പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ കാത്തിരിക്കുന്നത്. NIC-യുമായി ബന്ധപ്പെട്ട ഈ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന അറിയിപ്പ്. എന്തായാലും ഈ ജനുവരി മാസത്തിലെ റേഷൻ വിതരണത്തിന്റെ ആദ്യ ദിവസം തന്നെ ഈ രീതിയിൽ റേഷൻ വിതരണം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തുടർച്ചയായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴായി നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ റേഷൻ വ്യാപാരികൾ സർക്കാരിനെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ അപ്പോഴൊന്നും കാര്യക്ഷമമായ ശാശ്വതമായ ഒരു പ്രശ്നപരിഹാരം സർവർ സർവീസ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുക ഇങ്ങനെയുള്ള ഒരു കാര്യവും സർക്കാർ ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം അതിങ്ങനെ തുടർച്ചയായി നിലനിൽക്കുകയാണ്. ഇതിന്റെ പേരിൽ വ്യാപാരികൾ പല സമയത്തും പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇന്ത്യയിൽ ഈ പോസ്റ്റ് മിഷനുകൾ തകരാറുകൾ മൂലം റേഷൻ വിതരണം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.